प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. പരീക്ഷയ്ക്ക് ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. വളരെ സെറ്റായിട്ട് നമുക്ക് പരീക്ഷ നേരിടേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത്. എൻ്റെ എല്ലാ മക്കളും നോക്കിക്കോ. യെസ്, ഹലോ അല്ലേ സാറേ? ഹലോ പറഞ്ഞു നിൽക്കാനുള്ള സമയമൊന്നുമില്ല അല്ലേ? എക്സാം 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 എന്നുള്ള ആ ചൂടിലാണ് എല്ലാ മക്കളും ഉള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ കണ്ടേക്കാം. ഒരു കോൺവെർസേഷൻ എന്തായാലും നാളത്തെ പരീക്ഷയിൽ നമ്മളോട് ചോദിക്കും. അപ്പോൾ ഒരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ എത്തരത്തിൽ നമ്മൾ നേരിടും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കാം. വൈസ്രോയ് ഭവൻ മേ മൗണ്ട് ബാറ്റൻ और गांधी के बीच का संभवित बातचीत तैयार करे. വൈസ്രോയ് ഭവനിൽ അല്ലേ? വൈസ്രോയ് ഭവനിൽ എന്തുണ്ട്? ഭവനത്തിൽ ആരൊക്കെ പോയിട്ടുള്ളത്? മൗണ്ട് ബാറ്റനും അതേപോലെ ഗാന്ധിജിയും ബീച്ച് അല്ലെ, അവർ തമ്മിലുള്ള അല്ലെ, അവർ തമ്മിൽ ഇടയിലുള്ള എന്താ പറഞ്ഞേ? അവർ തമ്മിൽ സംസാരിക്കണം സംഭാവിത് അല്ലെ? എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുള്ള. അപ്പൊ അവർ തമ്മിൽ സംസാരിക്കാൻ സാധ്യതയുള്ള എന്താണ് നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ലേ? ബാത്ചീത്ത് അഥവാ കോൺവെർസേഷൻ. നമ്മൾ സംഭാഷണം അല്ലെ, സംഭാഷണം എന്ന് പറയും. സംഭാഷണം തയ്യാറാക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഒരു കോൺവെർസേഷൻ കൃത്യമായിട്ട് ഈ നാളത്തെ പരീക്ഷയിൽ നമ്മളോട് ചോദിക്കും. അപ്പം മൗണ്ട് ബാറ്റനും ഗാന്ധിജിയും തമ്മിൽ ഇടയിലുള്ള സംസാരിക്കാൻ സാധ്യതയുള്ള സംഭാവിത അല്ലേ, അവർ തമ്മിൽ സംസാരിക്കാൻ സാധ്യതയുള്ള കോൺവെർസേഷൻ ആണ് അല്ലേ? അപ്പോൾ അവർ തമ്മിൽ എന്തെല്ലാം സംസാരിക്കും എന്നുള്ളത് നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് എഴുതണം. വളരെ സിമ്പിൾ ആയിട്ടൊരു കോൺവെർസേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതും കൂടി മാഷ് ഇതിലൂടെ കണക്ട് ചെയ്ത് പറയുന്നതാണ്. സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നോക്കാം. മൗണ്ട് ബാറ്റൻ പറയാണ് നമസ്തേ അല്ലെ. നമ്മൾ ഒരാളെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ അധ്യാപകൻ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു നമസ്കാരം പറയും അല്ലെ? ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് ആഫ്റ്റർനൂൺ. ആ സന്ദർഭത്തിനനുസരിച്ച് സമയത്തിന് അനുയോജ്യമായിട്ട് എൻ്റെ മക്കൾ ചെയ്യും പറയും. അപ്പോൾ ഒരാളോട് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റിയതാണ്. മൗണ്ട് ബാറ്റൻ പറഞ്ഞു നമസ്തേ അല്ലെ, പറഞ്ഞൂടാ? അപ്പൊ തിരിച്ച് നമുക്ക് എന്ത് പറയാം? ഗാന്ധിജി അതേപോലെ പറയുന്നതായിട്ട് നമുക്ക് എഴുതാം നമസ്തേ. അപ്പൊ രണ്ടുപേരും ഫസ്റ്റ് ഉള്ള ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടിയല്ലോ. ഇത് നമുക്ക് കോമൺ ആയിട്ട് മറ്റാരോട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണക്ട് ആയിട്ട് നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം, ബാത്ചീത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൗണ്ട് ബാറ്റൻ പറയാണ് ആയിയേ ഓർ ബൈറ്റിയേ. ആയിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, വന്നാലും അല്ലേ? വന്നാലും. അതേപോലെ ബൈറ്റിയേ, ഇരുന്നാലും അല്ലേ? നമ്മളൊക്കെ ക്ലാസ്സിലേക്ക് ലൈറ്റായൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ ആദ്യം പുറത്ത് നിർത്തുവോ നിങ്ങളെ, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് കയറ്റുമോ? അപ്പൊ എന്ത് പറയും? ലൈറ്റായിട്ട് വന്നാലും ഇരുന്നോളൂ അല്ലേ? നമ്മൾ പറയാം. നമ്മുടെ വീട്ടിലേക്കൊക്കെ അതിഥികളൊക്കെ വന്നാൽ നമ്മൾ അങ്ങനെ പറയും, വരൂ, ഇരിക്കൂ അല്ലേ? അതേപോലെ ആയിയേ ഓർ ബൈറ്റിയേ അല്ലേ? അപ്പോൾ നമ്മളോട് ഒരാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ നമ്മൾ വന്നാലോ വന്നോളൂ ഇരുന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ശരി അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ ഇരിക്കും. അതേപോലെ നമ്മൾ ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മൾ എഴുതി ടീക്ക് ഹേ, ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. റെഡി? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് ചോദിക്കാം. മൗണ്ട് ബാറ്റൻ ചോദിക്കാണ് ആപ് കേസേ ഹേ അല്ലേ? താങ്കൾ കേസേ ഹേ, താങ്കൾ എങ്ങനെയുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആപ് കേസേ ഹേ, എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം. സിമ്പിളാണ് നമുക്കിത്. എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ? നമ്മൾ ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റും എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ? അപ്പൊ ഗാന്ധിജിനെ എത്തരത്തിൽ പറയും നോക്കിക്കോ. ടീക്കുഹും, ഉഷാറാണ്, ശരിയാണ്, കറക്റ്റ് ആണ് അല്ലേ? ഉഷാറാണ് എന്ന് പറയാം. ടീക്കുഹും, ഉഷാറാണ്. എന്നിട്ട് പറയുന്നത് സർദി ലഗ് രഹി ഹേ. എന്താ പറഞ്ഞത്? തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. സർദി എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പാണ് അല്ലേ? തണുപ്പ് ലഗ് രഹി ഹേ, തണുപ്പ് അനുഭവപ്പെടുന്നത്. ഉഷാറാണ് ഞാൻ, പക്ഷെ ഇപ്പൊ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പ്ലീസ് കൂളർ ബന്ദ് കർ ദീജിയേ. പ്ലീസ് അല്ലേ? നമ്മളോട് ഒരാളോട് ഒരു സംഭവം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ പറയാം, പ്ലീസ് കൂളർ ബന്ദ് കർ ദീജിയേ. പ്ലീസ് അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് അല്ലേ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലീസ് അല്ലേ എന്ത് ചെയ്യണം? നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, കൂളർ ബന്ദ് കർ ദീജിയേ അല്ലേ? കൂളർ ഒന്ന് ഓഫ് ആക്കൂ എന്ന് പറയാം അല്ലേ? കൂളർ ഒന്ന് ഓഫ് ആക്കൂ അല്ലേ? ഒന്ന് ബന്ദ് ചെയ്യൂ അല്ലേ? ബന്ദ് കർ, ഒന്ന് ഓഫ് ആക്കൂ എന്ന് ആര് പറയുകയാണെങ്കിൽ ഗാന്ധിജി പറയുന്നത് പോലെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതുവരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡാണ്. ഇത് നമുക്ക് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് കഴിയുന്ന രീതിയിലുള്ള വാക്കുകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതുവരെ ഓക്കെ അല്ലേ? നമുക്ക് ഈ കോൺവെർസേഷന്റെ അവസാനത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകാം. അപ്പം മൗണ്ട് ബാറ്റൻ പറയാണ് എന്താ പറഞ്ഞിട്ടുള്ളത്? ടീക്ക് ഹേ, ശരി. അപ്പം അങ്ങനെ ടീക്ക് ഹേ, ശരി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? കൂളർ
ബന്ദ് ചെയ്യും അഥവാ ഓഫ് ആക്കും. എന്നിട്ട് അതോടൊപ്പം മൗണ്ട് ബാറ്റൻ ഇത്തരത്തിൽ ചോദിച്ചു. നമുക്കൊരു ആ പാഠഭാഗത്തിൽ ഉണ്ട് എന്താണ് ആ പാഠഭാഗം എന്നുള്ളതൊക്കെ അല്ലേ. അപ്പൊ അവിടെ ഗാന്ധിജി അനുഭവിച്ചൊരു സംഭവം ഉണ്ട്, അത് കണക്ട് ചെയ്ത് ഉത്തരം വരുന്ന രീതിയിൽ നമ്മൾ അത് ചോദിക്കണം. അപ്പൊ ചോദിക്കാം, ആപ് ക്യോ ഉദാസ് ലഗ് രഹേ, ആപ് ക്യോ ഉദാസ് ലഗ് രഹേ എന്താ പറഞ്ഞിട്ടുള്ളത്? ആപ് താങ്കൾ അല്ലേ, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ നിരാശനാണല്ലോ. ഉദാസ് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക, നിരാശനാണല്ലോ അല്ലേ, താങ്കൾ നിരാശനാണല്ലോ. എന്തേ അല്ലേ, നമ്മൾ ചോദിക്കാറുണ്ട് നിരാശപ്പെട്ടിരിക്കുക. നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചിലപ്പോൾ ചോദിക്കും എന്തേ ഒരു ഉന്മേഷം ഇല്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക. അതേപോലെ നിരാശനാണല്ലോ, എന്ത് പറ്റി എന്തേ എന്ന് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി ആ കാര്യം പറയാണ്, മേരി എന്റെ ഗഡി ചോരി ഹുയി. എന്റെ ഗഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചാണ്. എന്റെ വാച്ച് എന്തായിപ്പോയി? നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി അല്ലേ, എന്റെ വാച്ച് നഷ്ടപ്പെട്ടു പോയി. മേരി ഗഡി ചോരി ഹുയി, എന്റെ വാച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിരാശപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പൊ മൗണ്ട് ബാറ്റൻ പറയാണ്, കബ് അല്ലേ, കബ് എപ്പോഴാ നഷ്ടപ്പെട്ടു പോയത് എന്ന് ചോദിക്കുക അല്ലെ, കബ്. അപ്പൊ കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്, ക്വസ്റ്റ്യൻ വേർഡാണ്. നമുക്ക് പരീക്ഷ പേപ്പറിൽ അല്ലാതെയും ഇത് കാണും. കബ് എപ്പോൾ മൗണ്ട് ബാറ്റൻ ചോദിക്കാണ്. അപ്പൊ ഗാന്ധിജി അതിന് മറുപടി പറയാ, എന്താ പറഞ്ഞത്? റെയിൽ ഗാഡിമേ, ട്രെയിനിൽ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലെ. ട്രെയിനിൽ വെച്ചിട്ട്, റെയിൽ ഗാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനാണ്. അപ്പൊ ട്രെയിനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ട് അതോടൊപ്പം കണക്ട് ചെയ്ത് പറയുന്നുണ്ട് പുരാനീതി. പുരാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പുരാനീതി അത് പഴയതാണ്. വാച്ച് എന്താണ്? പഴയതാണ്, പഴയതാണ്. എന്ത്? വാച്ച് പഴയതാണ്. വാച്ച് പക്ഷേ എന്നിട്ട് എന്തുകൂടി കണക്ട് ചെയ്ത് പറയുന്നുണ്ട്, വാച്ച് പഴയതാണ് നഷ്ടപ്പെട്ടു പോയത്. ഓർ പിന്നെന്താ എന്താ പറഞ്ഞത്? എന്നാല് മേരി പ്യാരിതി, എനിക്ക് പ്രിയപ്പെട്ടതും കൂടിയാണ് അല്ലെ. വാച്ച് പഴയതാണ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ചില പഴയതൊക്കെ പോയി കഴിഞ്ഞാൽ അത് പോയിക്കോട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ വിസമ്മതിക്കാനുള്ള കാരണം എന്താ? വാച്ച് പഴയതാണ്, അത് മേരി പ്യാരിതി, എനിക്ക് പ്രിയപ്പെട്ടതാണ്. ചില സംഭവങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരും, അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടതാവും. എത്ര പഴയതാണെങ്കിൽ പോലും നമുക്കത് പ്രിയപ്പെട്ട ആളുകൾ തന്നതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടതായി മാറിയേക്കാം എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും. അപ്പൊ അതേപോലെ ഇവിടെ പറയുന്നുണ്ട് ഗാന്ധിജി, മേരി പ്യാരിതി, അത് പഴയതാണ്, പക്ഷെ എന്താണ്? എനിക്ക് പ്രിയപ്പെട്ടതും കൂടിയാണ് എന്ന് പറയുന്നത്. മൗണ്ട് ബാറ്റൻ പറയുന്നത്, ഹം ഇസ്കെ ബാരെ മേ എന്താ പറഞ്ഞ ചാഞ്ച് കരേ, എന്താ പറഞ്ഞേ? ഹം ഇസ്കെ ബാരെ മേ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ കുറിച്ച് അല്ലെ, ഹം നമ്മൾ ഇസ്കെ ബാരേമേ, ഇതിനെ കുറിച്ച് എന്ത് ചെയ്യും? ഒരു അന്വേഷണം നടത്തും അല്ലെ. ചാഞ്ച് എന്ന് പറഞ്ഞാൽ അന്വേഷണമാണ്, അന്വേഷണം. നമ്മൾ ഇതിനെ കുറിച്ച് എന്ത് ചെയ്യും? ഒരു അന്വേഷണം നടത്തും. അതായത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇതിനെക്കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്തും എന്ന് പറയുകയാണ്. അപ്പൊ ഗാന്ധിജി പറയുന്നുണ്ട് ടീക്ക് ഹെ, ശരി, സന്തോഷം അല്ലെ, അന്വേഷണം നടത്തി അത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ പറയാണ് ഗാന്ധിജി എന്ത്? ടീക്ക് ഹെ. ഇനി മൗണ്ട് ബാറ്റൻ പറയുന്നു, എന്ത് പറയുന്നു? യെസ്, മൗണ്ട് ബാറ്റൻ പറയാണ്, ക്യാ ഹം ദാവത് പർ ബൈഠേംഗ അല്ലെ, അവരെ ചായ സൽക്കാരത്തിനാണ് അവർ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ക്യാ ഹം, എന്താ നമ്മൾ എന്ത് ചെയ്യാ? അല്ലെ, എന്താ? ക്യാ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ. ഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, എന്താ? നമ്മൾ ഇനി എന്ത് ചെയ്താലോ? ദാവത് പർ ബൈഠേഗ അല്ലെ, എന്താ പറഞ്ഞത്? നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാലോ അല്ലെ. ബൈത്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇരിക്കുക. അപ്പൊ ഇവിടെ ഇരുന്നാലോ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് അല്ലെ, ഇരുന്നാലോ എന്ന് ചോദിക്കാൻ. അപ്പൊ ഗാന്ധിജി പറയാണ് ഏറ്റവും മഹത്തരമായ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന ഉത്തരം നോക്കാം നമുക്ക്. ആപ് ലീജിയേ, നിങ്ങൾ കഴിച്ചോളൂ അല്ലെ, സമയം ഒരുപാടായില്ലേ, നിങ്ങൾ കഴിച്ചോളൂ. മേം അപ്ന നാസ്ത, ഞാൻ എന്റെ ഭക്ഷണം. മേം അപ്ന, ഞാൻ എന്റെ നാസ്ത ഭക്ഷണം. സാത് ലായാഹും, ഞാൻ എന്റെ ഭക്ഷണം എന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മേം അപ്ന നാസ്ത സാത് ലായാഹും, നിങ്ങൾ കഴിച്ചോളൂ, സമയം ഒരുപാടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോളൂ, എനിക്കുള്ള ഭക്ഷണം ഞാൻ എന്റെ കൂടെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കുള്ള ചെറിയ രീതിയിലുള്ള ഭക്ഷണം എന്ന് പറയാം. ഇത്തരത്തിൽ മൗണ്ട് ബാറ്റനും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് വളരെ ലളിതമായിട്ട് സിമ്പിൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാക്കുകളെ ഇതിൽ ഉപയോഗപ്പെടുത്തി കണക്ട് ചെയ്തിട്ടുള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റേത് കോൺവെർസേഷൻ ആണെങ്കിലും ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കണക്ട് ചെയ്തെടുക്കാൻ കഴിയും. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള വേർഡുകളാണ്, വാക്കുകളാണ് ഇതിലുള്ളത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത്. അപ്പോൾ ഇത് എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സാക്കാൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ കാണുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ ലെക്ചർ നോട്ടൊക്കെ എഴുതി ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ എല്ലാവരും മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. അഗ്ലാ വീഡിയോ മേ അനസാർ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.